ഹലോ, നമസ്കാരം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റ് പോസ്റ്റാണ്. ഇത് നമ്മൾ മകം തൊഴാനായിട്ട് ഞങ്ങളുടെ തറവാട് വീട്ടിൽ അമ്പലത്തിൽ പോയതാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയതാണ്. അങ്ങനെ അവിടെ പോയി മകമൊക്കെ തൊഴുത്, തറവാട് അടുത്ത് തന്നെയാണ്, പെരുമ്പാവൂരാണ് സ്ഥലം, 1-ാം മൈലെന്ന് പറയും. അവിടെ പോയി തറവാടുണ്ട് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ, അതായത് വേദൂട്ടൻ്റെ അച്ചാച്ചൻ്റെ അമ്മയുടെ, അതായത് മുത്തശ്ശിയുടെ, അവൻ്റെ മുത്തശ്ശിയുടെ തറവാട് ആണിത്. ഒത്തിരി പേര് കളിച്ച് വളർന്ന ഒരു തറവാടാണ്. ഇടയ്ക്കാട്ടിൽ നിന്നാണ് തറവാട് പേര്. അങ്ങനെ അവിടെ പൂജാമുറിയാണ്. ഇതെപ്പോഴും അങ്ങനെ തുറന്നിടില്ല, എല്ലാവരെയും ഒന്നും കയറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണത്. വിളക്ക് കൊളുത്തുമ്പോൾ മാത്രം തുറക്കുക, അങ്ങനെ അടയ്ക്കുകയൊക്കെയാണ്. ഒരു പ്രത്യേക പേര് അതിന് പറയും, പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല അതെന്താണ് പേരെന്ന്. അച്ഛനൊക്കെ ഒത്തിരി തവണ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഒത്തിരി തവണ അവിടെ പോയി നിന്ന് താമസിച്ചിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വേദൂട്ടൻ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനെ കളിപ്പിക്കുക. അവനാണെങ്കിൽ ഒരു പേടിയില്ല, ഒരു സാധനത്തിനും പേടിയില്ല. ഇവിടെ അവൻ്റെ മാമൻ്റെ വീട്ടിലെ പട്ടിയുണ്ട്, മിയ എന്നാണ് പേര്. അപ്പോൾ അവളുടെ കൂടെ കളിക്കണ പോലെ അവൾക്ക് ഇവനെ കുഞ്ഞിലേ കണ്ട് പരിചയമായതുകൊണ്ട് അവർ തമ്മിൽ വളരെ കൂട്ടാണേ. ഇത് കണ്ടോ, ഇത് പണ്ട് അവിടെ അമ്മാവനൊക്കെ ഉള്ള സമയത്ത്, അച്ഛൻ്റെ അമ്മാവനൊക്കെ ഉള്ള സമയത്ത്, അപ്പുക്കുട്ടമ്മാവെന്നാണ് പേര് കേട്ടോ. എൻ്റെ അച്ഛമ്മയുടെ ചേട്ടൻ അനിയനാണ്. അപ്പോൾ അമ്മാവനുള്ള സമയത്ത് അതിനകത്ത് നിറയെ മീനുകളെയൊക്കെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ തറവാട്. നല്ല രസമാണ് പോയി കഴിഞ്ഞാൽ. പണ്ട് അമ്മാവനിപ്പോൾ ഇല്ല, മരിച്ചു. അമ്മാവനുള്ള സമയത്ത് നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് അമ്മാവൻ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അമ്മായി ഉണ്ട്, അവരുടെ മോനുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കിളികളെയും കോഴികളെയൊക്കെ ഇഷ്ടം. അവൻ എന്തൊക്കെയോ പാട്ടൊക്കെ ചെന്ന് പാടുന്നുണ്ട് കോഴിയുടെയൊക്കെ അടുത്ത്. അപ്പോൾ ഈ പറമ്പ് കണ്ടോ, ഈ പറമ്പ് വഴി ഞങ്ങൾ നേരത്തെ കാണിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആ പറമ്പ് വഴി ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊക്കെ അടച്ചിട്ടു. ഭയങ്കര പഴക്കമുള്ളൊരു വീടാണ്. അപ്പം അച്ഛനാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ പഴമ ശരിക്കും നമുക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. അങ്ങനെ വേദു ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച്, അവനിങ്ങനെ ഒത്തിരി സ്ഥലം കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണേ. ഇങ്ങനെ ഓടിക്കളിച്ച് പിന്നെയും ആ കോഴിയുടെ അടുത്ത് പോയി കോഴിയുടെ വായിൽ കൈയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ ഇടുക. അച്ഛൻ വഴക്ക് പറഞ്ഞാലൊന്നും ഒരു കൂസലും ഇല്ലാതെ കണ്ടില്ലേ. ഇതൊക്കെയാണ് വേദൂട്ടൻ്റെ ഓരോ കുറുമ്പത്തരം. കോഴി കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നടക്കുന്നുണ്ട് അവൻ. അങ്ങനെ ഒത്തിരി കോഴികളുണ്ടായിരുന്നു. ഇപ്പോൾ കുറവേ ഉള്ളൂ കേട്ടോ. അമ്മാവനുള്ള സമയത്ത് ഒത്തിരി കോഴികളും ലവ് ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലവ് ബേർഡ്സ് ഇല്ല തോന്നുന്നു. പണ്ട് എന്തോരം ലവ് ബേർഡ്സ് ആയിരുന്നെന്നറിയോ. അങ്ങനെ അവൻ എവിടേക്കോ പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ വഴക്കും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ചൂടായിരുന്നേ അവിടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു. അവൻ്റെ പുറകെ ഓടിയും എല്ലാം കഴിഞ്ഞ് ബാക്കി വീഡിയോ എടുക്കാനൊന്നും ഒരു സ്റ്റാമിന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യണേ.